ലോകം വിറവുണ്ടോന്നോ? അതെന്ത് പറയാ? അറിവുമില്ലേ? ഓ ഒന്ന് നോക്കിയേ. ഹലോ, ഒരു മിനിറ്റ്. അങ്ങനെ ലോകം വിറകുണ്ടോന്നല്ല, രോഗം കുറവുണ്ടോന്നാ ചോദിച്ചേ. ഹലോ. പറയത്തക്ക കുറവൊന്നുമില്ല. ഡോക്ടർമാരൊക്കെ കൈ കഴിഞ്ഞ അവസ്ഥയാ. ഈ തറവാട്ടിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം. ദേവിയുടെ കോപാണെന്നാ കണിയാര് പറഞ്ഞത്. എങ്ങനെ കോപം വരാണ്ടിരിക്കും? കുടുംബക്ഷേത്രത്തിൽ 24 ദിവസം ഉത്സവം നടത്തണമെന്ന് പ്രശ്നം വെച്ചപ്പോ കണ്ടതല്ലേ. ചേട്ടച്ചാരി സമ്മതിക്കാൻ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഇരിപ്പ് തുടങ്ങിയിട്ട് ദിവസം 4 ആയില്ലേ? എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്കാങ്ങന്നേ. ഒന്നിനും ഒരു മനസ്സ് വരുന്നില്ല. ഗായത്രി പോയിക്കോളൂ. അങ്ങനെ വാശി പിടിക്കരുത്. അങ്ങൊന്നിന്റെ കിടപ്പ് കണ്ട ഈ തറവാട്ടിൽ ആർക്കോ അസുഖം ബാധിച്ചമാരുണ്ടല്ലോ. എന്താ കേശവൻകുട്ടി തറവാട്ടിൽ അങ്ങൻ തന്നെയല്ലേ? അവൻ എനിക്ക് വെറും ഒരു ആനയല്ല. ഭാര്യയും കുട്ടികളുമില്ലാതെ ഒറ്റത്തടിയായി കഴിയുന്ന എനിക്ക് സ്നേഹിക്കാൻ ഒരു കൂട്ടുകാരൻ, ഒരു മകൻ. അതാണ് കേശവൻകുട്ടി. ഏട്ടാ, കളക്ടർ വന്നിട്ടുണ്ട്. വെടിവെക്കാനാ ഉത്തരവ്. ഇല്ല, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. പിന്നെ വേറെ എന്താണ് ഒരു പോംവഴിയെന്നൂടെ ഏട്ടൻ പറ. ഒന്നാം പാപ്പാനെ ചവിട്ടിക്കൊന്ന് ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ആനയുടെ അടുത്ത് പോകാൻ ആർക്ക് ധൈര്യം ഉണ്ടാവുന്ന? 4-5 പേര് വന്ന് ശ്രമിച്ചു നോക്കിയതല്ലേ. 50 അടി അടുത്തെങ്കിലും പോകാൻ പറ്റിയോ? എന്നാ ആദ്യം അവരോട് എന്നെ വെടിവെച്ചു കൊല്ലാൻ പറ, എന്നിട്ടാവാം. എന്റെ ആശാനെ ചവിട്ടിക്കൊണ്ട നിന്നെ ഞാനുണ്ടല്ല ഒറ്റ ചവിട്ടിന്. എന്താണ് ഇത്ര കിളിക്കാൻ? ഇവനെ പോലെ ഇവിടെ ആരെങ്കിലും തുണിയില്ലാണ്ട് നിൽക്കണ്ട. ചേട്ടാ, എന്റെ ആശാനെ ചവിട്ടിക്കൊണ്ട ഇവനെ എനിക്ക് തളക്കണം. എന്നാലേ എന്റെ ആശാന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. കാലത്ത് തന്നെ കള്ളും വലിച്ചേരി പോന്നിരിക്കുക. അശ്രീകരം. അതങ്ങ് കയറി ചവിട്ടിയാണ്ടല്ലോ തവളയുടെ മുകളിൽ പാണ്ടിലോറി കയറിയമായിരിക്കും. ചമ്മന്തി ആയി പോകും. എന്നാലും എനിക്ക് അത് ആനയെ പേടിച്ചിട്ടായിരിക്കുള്ളൂ. നമ്മൾ പരസ്യം ചെയ്തിട്ടില്ലല്ലോ. സാർ ഇവിടത്തെ ആളാണോ? അതെ. ഒരു പാപ്പാൻ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു. വേഗം ചെല്ല്, ഇപ്പൊ ഉടനെ നിയമനോത്തരവ് കിട്ടും. വളരെ ഉപകാരം. അല്ല, എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? പ്രശ്നം വല്ലതും ഉണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ. കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയല്ലേ. ഗജരാജ കലാപരിപാടികൾ 4 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇനി വെടിക്കെട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അത്രേ ഉള്ളോ? ഞാൻ പേടിച്ചുപോയി. വരട്ടെ. നമസ്കാരം. ഇവിടെ ഒരു പാപ്പാൻ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. പാപ്പാൻ ചാപ്പാടങ്ങ് പറയില്ല. ചാപ്പാ അതിന്റെ എന്താ? എനിക്ക് ഇവിടെ അത് ഏത് കൊലക്കൊമ്പനെയും തളയ്ക്കുന്ന പ്രശസ്തമായ തെക്കേപ്പാട്ടെ ആനപ്പാപ്പാമാരുടെ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാ ഞാൻ. പേര് ശങ്കരൻകുട്ടി. എന്താണോ? ഞാൻ തെക്കേപ്പാട്ട പാപ്പാനാ. അവിടുത്തെ പാപ്പാമാരുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാ. പേര് ശങ്കരൻകുട്ടി. താൻ തെക്കേപ്പാട്ടുന്നാണോ? അതെ. എന്റെ മുല്ലച്ചൽ ഭഗവതി, നീ ഞങ്ങളെ കാത്തു. എന്തെത്ര വൈകി? അത് ഇവിടുന്നുള്ള ആള് അവിടെ എത്താൻ വൈകിയുണ്ട്, അവിടെ നിന്നുള്ള ആള് ഇവിടെ എത്താൻ വൈകിയുണ്ട്. എന്താ സംഭവം ഏട്ടാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ, പാപ്പാൻ മണിയിൽ തെക്കേപ്പാട്ടുകാരല്ല, നീ ലോകത്തിൽ ആരുമില്ല. ഏത് കൊടി കെട്ടിയ ആനയായിക്കോട്ടെ തെക്കേപ്പാട്ടുകാരുടെ മുമ്പിൽ ആട്ടും കുട്ടിയാ. ഇതിപ്പോ തോക്കും വെടിയൊന്നും വേണ്ട. സ്വാമി ചെല്ല്.
എന്താ ഇത്ര ആൾക്കൂട്ടം? ചേട്ടാ ചേട്ടോ, ആന ഇടഞ്ഞിരിക്കാ, സൂക്ഷിക്കണേ. എന്ത് സൂക്ഷിക്കാൻ ചങ്ങാതി? ഇടഞ്ഞാലും ഇടഞ്ഞില്ലെങ്കിലും എനിക്ക് ഒരുപോലെ. ഒന്നുകിൽ നിന്റെ പാപ്പാൻ, അല്ലെങ്കിൽ ഈ തറവാട്ടിനൊരു രക്തസാക്ഷി. പൊക്കത്തിൽ ആരാ മതിൽ വെച്ചു? എങ്ങനെയാ ഇതില് കേറേണ്ടത്? എനിക്ക് കേറണടാ, കേറണം കേറണം. എങ്ങനെയാ കേറേണ്ട ഈശ്വര?